ഒരു വ്യക്തി എങ്ങനെയാണ് ദൈവവിശ്വാസത്തിലോട്ട് എത്തുന്നത്, ദൈവത്തെ എങ്ങനെയാണ് രൂപം കൊടുക്കുന്നത്? നമ്മൾ വൃത്തികെട്ടവനാകണം, നമ്മൾക്ക് പ്രാപ്തി ഇല്ലാണ്ടാകണം. എന്നിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന ദൈവം എന്താണ്? സർവപ്രാപ്തനാണ്, സർവ്വതിനെയും സൃഷ്ടിക്കുന്നതാണ്, സർവ്വതിനെയും നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളതാണ് എന്ന് നമ്മൾ തന്നെയാണ് നമ്മുടെ ദൈവത്തിന് രൂപം കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നോക്കിയാൽ ഈ ഞാൻ സങ്കല്പിച്ച ദൈവം പരമോന്നതനാണ്, പരമ ശക്തനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ ദൈവത്തെ വഴങ്ങണമെന്ന് പറയുകയാണ്. എൻ്റെ പോരായ്മയും എൻ്റെ പ്രശ്നത്തിൽ നിന്നുമാണ് ഞാൻ ദൈവത്തിന് രൂപം കൊടുക്കുന്നത്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് പരിഹരിക്കാനായിട്ട് എങ്ങനെയാണെന്നുള്ള ഭാഗം അറിയത്തില്ല. ഇതിന് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു പരിഹാരമാണ് ദൈവത്തെ സങ്കല്പിച്ചു, ദൈവത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ തന്നെ തീരുമാനം എടുക്കണം. നമ്മുടെ തീരുമാനമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. ദൈവം ഇങ്ങനെയാണ്, ഇനി ഞാൻ ദൈവത്തിൽ ചെന്ന് ചേരണം. ദൈവത്തിൽ ചേർന്നാൽ ഞാൻ പരിപൂർണനായി. ദൈവത്തിൽ ചേരാനുള്ള വഴി എന്താണ്? മരണം. നോക്കണേ, തന്നെത്താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗുരുക്കാണ്. മരിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് എത്തും. ദൈവ സാന്നിധ്യം അറിയാനുള്ള ഏക മാർഗം മരണമാണ്. അതുകൊണ്ട് തോന്നിവാസം ജീവിക്കും, എല്ലാ കള്ളത്തരവും വഞ്ചനയും ചതിയും. കാരണം ഞാൻ പൂർണ്ണനല്ലല്ലോ, പൂർണ്ണനല്ലാത്ത കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. മനസ്സിലായേ? എന്നിട്ട് ദൈവത്തിൽ എത്തുമോ? ഇതൊന്നും ചെയ്താൽ എത്തത്തില്ലെന്നാണ് പറച്ചിൽ. അപ്പോൾ അവിടെ എന്തു ചെയ്യും? സഹനം, വിഷമം, ദുഃഖം, ദുരന്തം ഇതെല്ലാം പേറി സഹിച്ചു പോകുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വിഡ്ഢിത്തരവും ചെയ്യും. മനസ്സിലായി? സ്വസ്ഥത എന്ന് പറയുന്ന, അല്ല വൃത്തി എന്ന് പറയുന്ന നമ്മളായിട്ട് തിരിച്ചറിയുന്ന അവസ്ഥക്ക് ഒന്നും സ്ഥാനം കൊടുക്കില്ല. ആരെങ്കിലും അഥവാ ഒന്ന് പറഞ്ഞു പോയാൽ പോലും ദൈവത്തിനെ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ കൂട്ടർ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ കെട്ടിടങ്ങളും പണിത് അവിടെ നിന്ന് കാശും പിരിച്ച് ഉള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഈ സമ്പ്രദായങ്ങൾ മുഴുവനും. നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പ്രദായത്തിന് വേണ്ടിയിട്ടാണ് ബലം പിടിക്കുന്നത്. നമ്മൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരു ബലം പിടുത്തവും ആവശ്യമില്ല. അത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് മനുഷ്യനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം വളരെ മനോഹരമായിട്ട് തന്നെ പ്രവർത്തിക്കും. പക്ഷെ മനുഷ്യൻ്റെ സങ്കല്പം മാത്രമാണ് പ്രപഞ്ചത്തിൽ വൃത്തികേടും പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഉള്ളത്. അല്ലെങ്കിൽ പ്രപഞ്ചം എന്നും സൂപ്പറാണ്, വളരെ സിമ്പിളാണ്. അവനവൻ്റെ സത്യസന്ധതയാണ് അവനവനെ നിലനിർത്തുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കൊള്ളാം.